ഒരു പെട്രോൾ വാഹനത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കാർബറേറ്റർ. ഹായ് ഓൾ, വെൽക്കം ടു KHRD ഓൺലൈൻ ലേണിംഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെട്രോൾ വാഹനത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കാർബറേറ്റർ. അപ്പോൾ കാർബറേറ്ററിലാണ് എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പല സ്പീഡിൽ ഓടിക്കുന്നതനുസരിച്ച് പല റേഷ്യോയിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചറാണ് വാഹനത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തം, ആ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മുടെ കാർബറേറ്ററാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സ്പീഡുകളിൽ നമുക്ക് ചിലപ്പോൾ ഒരു മിസ്സിങ് ഒക്കെ ചിലപ്പോൾ അനുഭവപ്പെടാം. അപ്പോൾ ചിലപ്പോൾ അത് വണ്ടി സ്ലോ സ്പീഡിൽ പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ അത് ഒരു മിഡ് സ്പീഡിൽ പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് മിസ്സിങ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിലുള്ള ജെറ്റുകൾ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ കാർബറേറ്ററിൽ പല സ്പീഡിനനുസരിച്ച് ഇപ്പോൾ 2-3 ജെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളുകളിൽ കരടോ എന്തെങ്കിലും കയറി അടഞ്ഞു പോകുമ്പോഴാണ് ഈ മിസ്സിങ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ, ആ മിസ്സിങ് മാറ്റാൻ വേണ്ടി നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാം. അപ്പോൾ കാർബറേറ്ററിൽ വരുന്ന പാർട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പലതരം കാർബറേറ്ററുകളുണ്ട്. പല വാഹനങ്ങളിൽ പല തരത്തിലുള്ള കാർബറേറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ സ്ലൈഡർ ടൈപ്പ് കാർബറേറ്ററാണ്. പൾസർ 200NSൽ വരുന്ന കാർബറേറ്ററാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കാർബറേറ്ററിൽ ഇപ്പോൾ പെട്രോളിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിന് ജെറ്റ് അടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വണ്ടിക്ക് മിസ്സിങ് ഉണ്ടാവും. നമ്മൾ നോക്കുന്നത് ഒരു പൾസർ 200NS, ആ ബൈക്കിൻ്റെ കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാണ് പൾസർ 200NSൻ്റെ കാർബറേറ്റർ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു BS ടൈപ്പ് കാർബറേറ്ററാണ്. BS എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ സ്ലൈഡർ. അപ്പോൾ ഇതിനെയാണ് ഈ ത്രോട്ടിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ബട്ടർഫ്ലൈ തുറക്കടക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ ബട്ടർഫ്ലൈ തുറന്നു വരും. ഇതിലൊരു സ്ലൈഡിംഗ് പിസ്റ്റൺ. ആ സ്ലൈഡർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വാക്വം വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും. ആ ഡയഫ്രം വെച്ചിട്ടാണ് ആ പിസ്റ്റൺ അല്ലെങ്കിൽ ആ സ്ലൈഡർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എയർ ഫിൽറ്റർ കണക്റ്റ് ആവുന്നത്. എയർ ഫിൽറ്ററിൽ നിന്നുള്ള എയർ ഇതിലേക്കാണ് വരുന്നത്. ഇനി എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാക്കുക, അതായത് എയർ ഫ്യൂലും പല സ്പീഡിനനുസരിച്ച് പല റേഷ്യോയിലും മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഡ്യൂട്ടി. ഇനി ആ മിക്സ് ആയി കഴിഞ്ഞ എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനിലേക്ക് പോകുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ്, ഇതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്. ഇതാണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവൽ സപ്ലൈ കാർബറേറ്ററിലേക്ക് വരുന്ന പൈപ്പ് ഇവിടെയാണ് കണക്റ്റ് ആകുന്നത്. ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്ന പോർഷൻ. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇവിടെയാണ് തിരിയുന്നത്. ഇനി ഇത് നമ്മുടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ്. ഇനി ഇതാണ് നമ്മുടെ ഫ്ലോട്ട് ചേമ്പർ. ഈ ഫ്ലോട്ട് ചേമ്പറിൻ്റെ ഉള്ളിലേക്കാണ് പെട്രോൾ ഇറങ്ങുന്നത് ടാങ്കിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്ലോട്ട് ചേമ്പർ അഴിച്ച് എടുക്കാം. അപ്പോൾ ഫ്ലോട്ട് ചേമ്പർ, ഇതാണ് ഫ്ലോട്ട് ചേമ്പർ. അപ്പോൾ ഈ 4 സ്ക്രൂസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചേമ്പർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓവർഫ്ലോയുടെ പൈപ്പാണ് ഈ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ഓക്കെ, നമ്മളപ്പോൾ 4 സ്ക്രൂസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലോട്ട് ചേമ്പർ അഴിച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിൻ്റെ ചേമ്പർ അഴിച്ചു. അപ്പോൾ ഇതിൽ 3 ജെറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് ജെറ്റ്, ഇതാണ് നമ്മളുടെ മെയിൻ ജെറ്റ്, ഇതാണ് നമ്മുടെ പൈലറ്റ് ജെറ്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ജെറ്റാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ചോക്ക് വലിച്ചിരിക്കുന്ന കണ്ടീഷൻ. ആ സമയങ്ങളിൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റാർട്ടിംഗ് ജെറ്റാണ്. ഇനി വണ്ടി ഒരു ചെറിയ സ്പീഡിലാണ് അല്ലെങ്കിൽ ഐഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കണ്ടീഷനുകളിൽ നമ്മൾക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ പൈലറ്റ് ജെറ്റിലൂടെയാണ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. ഇനി മീഡിയം സ്പീഡ് തുടങ്ങി ഹൈ സ്പീഡ് വരെ ആ ഒരു സ്പീഡിലേക്ക് എത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ജെറ്റാണ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. ഫ്യൂവൽ പോകുന്നത് മെയിൻ ജെറ്റിലൂടെയാണ്. ഈ 2 ജെറ്റുകളും അഴിച്ച് ക്ലീൻ ചെയ്യണം. ഈ ജെറ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ 2 ജെറ്റുകൾ എങ്ങനെയാണ് അഴിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു റിംഗ് സ്പാനറും ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവറുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ മെയിൻ ജെറ്റ് അഴിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു റിംഗ് സ്പാനറാണ്. 7mm ഒരു റിംഗ് സ്പാനറാണ്.
അപ്പോൾ ഈ ജെറ്റുകൾ അഴിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം അത് ബ്രാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡീഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, അതിലൂടെയാണ് പെട്രോള് വരുന്നത്. അപ്പോൾ ആ ഹോളുകൾ അടഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് മിസ്സിങ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ജെറ്റ് റിമൂവ് ചെയ്തു. നമുക്ക് നമ്മുടെ പൈലറ്റ് ജെറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ പൈലറ്റ് ജെറ്റ് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് കെയർ അത്യാവശ്യമാണ്, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ആ ജെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് പോകാൻ പാടില്ല. എഡ്ജ് പോയി കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൈലറ്റ് ജെറ്റ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടി മിസ്സിങ് കാണിക്കുന്നത് ഏത് സ്പീഡിലാണ് എന്നുള്ളത് നോക്കിയിട്ട് ഏത് ജെറ്റിലാണ് അടഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ മെയിൻ ജെറ്റിൽ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു നീഡിലുണ്ട്. അപ്പോൾ ആ നീഡിൽ വരുന്നത് നമ്മളുടെ ഈ സ്ലൈഡറിൻ്റെ കൂടെയാണ്. അപ്പോൾ സ്ലൈഡർ നമ്മൾ പറഞ്ഞു വാക്യൂം ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ സ്ലൈഡർ ലിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ നീഡിൽ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യും. അങ്ങനെയാണ് വണ്ടിക്ക് കൂടുതൽ സ്പീഡ് കിട്ടുന്നത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫ്ലോട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് നമ്മളുടെ ഫ്ലോട്ട് ചേമ്പറിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഫ്ലോട്ട് ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു BS ടൈപ്പ് കാർബറേറ്ററാണ്. BS എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ സ്ലൈഡർ. അപ്പോൾ ഇതിനെയാണ് ഈ ത്രോട്ടിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ബട്ടർഫ്ലൈ തുറക്കടക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ തിരിക്കുമ്പോൾ ബട്ടർഫ്ലൈ തുറന്നു വരും. ഇതിലൊരു സ്ലൈഡിങ് പിസ്റ്റൺ. ആ സ്ലൈഡർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വാക്യൂം വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും. ആ ഡയഫ്രം വെച്ചിട്ടാണ് ആ പിസ്റ്റൺ അല്ലെങ്കിൽ ആ സ്ലൈഡർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ ആ ഫ്ലോട്ട് അഴിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. അപ്പോൾ ഫ്ലോട്ട് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അതിലൊരു നീഡിലുണ്ട്. അപ്പോൾ ആ നീഡിലിന് ഡാമേജ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇത് ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ് കൂടിയാണ് ഈ സ്ക്രൂ. ഇതാണ് നമ്മുടെ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിലിവിടെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു നീഡിലുണ്ട്. അപ്പോൾ ഈ നീഡിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് ഫ്ലോട്ട് ചേമ്പറിലേക്കുള്ള സപ്ലൈ, ഫ്യൂവലിൻ്റെ സപ്ലൈ കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് നമ്മുടെ ഫ്ലോട്ട് ചേമ്പറിലേക്കാണ് വരുന്നത്. ഈ പാസേജ് വഴിയാണ് വരുന്നത്. ആ പാസേജിലാണ് നമ്മുടെ നീഡിലിരിക്കുന്നത്. അപ്പോൾ പെട്രോള് ഇതിൽ വരുന്നതനുസരിച്ച് ഈ ഫ്ലോട്ട് ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ നീഡിൽ പൊങ്ങിക്കഴിയുമ്പോൾ ആ പാസേജ് ക്ലോസ് ചെയ്യും. അതായത് പിന്നെ ഫ്യൂവൽ നമ്മളുടെ ഫ്ലോട്ട് ചേമ്പറിലേക്ക് വരില്ല. പെട്രോൾ കുറയുന്നതനുസരിച്ച് ഫ്ലോട്ട് താഴും, അപ്പോൾ നീഡിലും താഴും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പെട്രോൾ ഫ്ലോട്ട് ചേമ്പറിലേക്ക് കയറി വരും. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഈ നീഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നീഡിലാണ്. ഇതിന് ഡാമേജ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വാക്യൂം പിസ്റ്റൺ ഉപയോഗിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഡയഫ്രത്തിൻ്റെ കവർ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 4 സ്ക്രൂസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 സ്ക്രൂസും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും. നമ്മളിത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ടി വരും ഇത് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുക. ഒരു വിരൽ വെച്ച് പിടിക്കുകയോ കൈ വെച്ച് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് വേണം അഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് തെറിച്ചിങ്ങോട്ട് പോരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഫ്രത്തിൻ്റെ കവർ. ഇനി ഇതിനുള്ളിൽ വരുന്ന സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ആണ് നമ്മുടെ വാക്യൂം പിസ്റ്റനെ താഴത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഇനി നമുക്ക് ഡയഫ്രം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഫ്രം. ആ ഡയഫ്രം റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡയഫ്രം റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ വാക്യൂം പിസ്റ്റണും അതിൻ്റെ ഡയഫ്രം. ഇപ്പോൾ നമുക്ക് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പൊക്കോളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലെ
മെയിൻ ജെറ്റിലെയും പൈലറ്റ് ജെറ്റിനെയും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഓപ്പണിങ്ങുകളുണ്ട്. അപ്പോൾ ആ ഓപ്പണിങ്ങുകൾ അടഞ്ഞിരിക്കുമ്പോഴാണ് പെട്രോള് വരാത്തത്, അതായത് എൻജിൻ മിസ്സിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും കരട് വന്ന് അടഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കോപ്പർ വയറാണ് വേണ്ടത്. അപ്പോൾ ചെറിയ നേർത്ത വയറുകൾ എടുക്കുക, അതിലുള്ള ഹോളുകളിലൂടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പെട്രോൾ യൂസ് ചെയ്ത് നമ്മളുടെ ജെറ്റുകളെയും നമ്മളുടെ ഫ്ലോട്ട് ചേമ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോകും. ഓക്കെ, അപ്പോൾ കുറച്ച് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലീൻ ചെയ്തതിന് ശേഷം നാരുകളോ അതിൻ്റെ കഷ്ണങ്ങളൊന്നും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജെറ്റ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഫ്ലോട്ട് ചേമ്പർ ക്ലീൻ ചെയ്യാം. അപ്പോൾ കോട്ടൺ വേസ്റ്റിൽ കുറച്ച് പെട്രോൾ മുക്കി ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതിൽ കരടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കാർബറേറ്ററിന് ഏറ്റവും ലോവർ പോർഷനാണ് ഇത് വരുന്നത്. അപ്പോൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഇതിലേക്കാണ് വന്ന് അടിയാൻ സാധ്യത ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് എല്ലാ കമ്പോണൻസും അസംബിൾ ചെയ്യാം. ഡയഫ്രം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഡയഫ്രത്തിന് ഇവിടെ പൊസിഷൻ ഉണ്ട്, അതിന് സീറ്റ് ഉണ്ട്, അതിന് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അത് നമ്മളതിനെ പറയുന്നത് ഫൂൾ പ്രൂഫിംഗ് എന്നാണ്. തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന് ഇവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ടിലേക്ക് തന്നെ അതിൻ്റെ ആ റബ്ബറിൽ കൊടുത്തിരിക്കുന്ന എക്സ്റ്റൻഷൻ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്, അത് അവിടെ തന്നെ വരണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ കവറിലും ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.